ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആർ ജോസിനെ സ്ഥലം മാറ്റി എന്നുള്ള വിവരം നേരത്തെ പങ്കുവച്ചിരുന്നു. യാത്രാ വിവരം ചോർത്തിയെന്ന സംശയത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ പറയൂ. ജയശങ്കർ, അതായത് റീജിത്ത, പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജോസിനെയാണ് ഇത്തരത്തിൽ ഒരു വകുപ്പ് തല നടപടിയുടെ ഭാഗമാക്കി പത്തനംതിട്ടയിൽ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്നു. അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു അച്ചടക്ക നടപടി എന്ന ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ആലുവ DCRBയിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ശബരിമലയിൽ ADGP MR അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത് വലിയ വിവാദമായിരുന്നു. അദ്ദേഹം ഹൈക്കോടതി ഉത്തരവ് ഉൾപ്പെടെ ലംഘിച്ചു എന്ന തരത്തിൽ വലിയ വിമർശനം പുറത്തു വരികയും ചെയ്തു. ഹൈക്കോടതി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ MR അജിത് കുമാറിൻ്റെ യാത്രാ വിവരങ്ങൾ ഇദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ആയ ജോസ് ചോർത്തി നൽകിയെന്നാണ് വകുപ്പ് തല അന്വേഷണത്തിലെ ഒരു കണ്ടെത്തൽ, ഇല്ലെങ്കിൽ ഒരു സംശയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തായാലും ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ആലുവ DCRBയിലേക്കാണ് മാറ്റം. അപ്പോഴും ഈ പോലീസിൻ്റെയൊക്കെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ യാത്രാ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന സംശയം എന്ന് മാത്രമാണ്. ഈ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഈ പാസ്പോർട്ടിങ്ങിലോ മറ്റ് വിവരങ്ങളിലോ ഒന്നും തന്നെ ഇത്തരത്തിൽ ഇന്ന കാര്യത്തിൻ്റെ മേലുള്ള ഒരു നടപടി എന്ന പരാമർശമില്ല. ജനറൽ ട്രാൻസ്ഫർ എന്ന തരത്തിൽ തന്നെയാണ് സ്ഥലം മാറ്റം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് തിരക്കുമ്പോൾ അത് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെ ചോർന്നു എന്ന ഗുരുതര ആക്ഷേപത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ 8 മാസം മാത്രം വിരമിക്കാൻ സമയമുള്ള 8 മാസം മാത്രം വിരമിക്കാൻ കാലം ബാക്കിയുള്ള ഉദ്യോഗസ്ഥനെ ഇത്തരത്തിൽ ആലുവയിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് സ്ഥലം മാറ്റുന്നത്. ശരി, വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.